ആലപ്പുഴ ജില്ലയിലെ വളവനാട് ലക്ഷ്മി നാരായണ ക്ഷേത്രത്തിൽ മഹാസുഹൃത ഹോമയജ്ഞം 2024 മെയ് 9 മുതൽ 12 വരെ മെയ് 7 രാവിലെ 8 മണിക്ക് കൊടിമര ഘോഷയാത്ര അറബുകാട് ദേവീക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്നു. വിഗ്രഹ ഘോഷയാത്ര മെയ് 8 രാവിലെ 8 മണിക്ക് തുറവൂർ മഹാക്ഷേത്ര സന്നിധിയിൽ നിന്നും ആരംഭിക്കുന്നു. മെയ് 8 സായം സന്ധ്യയിൽ ഭദ്രദീപ പ്രകാശന കർമ്മം സംഘാടക സമിതിയുടെ രക്ഷാധികാരി ഹരിദ്വാറിൽ നിന്നുമുള്ള സ്വാമി കൈലാസാനന്ദഗിരിജി മഹാരാജ് നിർവഹിക്കുന്നു. സാരഥ്യം വളവനാട് പ്രകാശ് സ്വാമികൾ, വളവനാട് പ്രജീഷ് പ്രകാശ്. കോൺഗ്രസിന്റെ ധിക്കാരത്തിനെതിരെ ലീഗ് മറുപടി നൽകണമെന്ന KT ജലീൽ MLA. കോൺഗ്രസ് സ്വീകരിക്കുന്ന ന്യൂനപക്ഷ വിരുദ്ധ നിലപാടുകൾക്ക് മുസ്ലിം ലീഗ് തെരഞ്ഞെടുപ്പിൽ മറുപടി കൊടുക്കണമെന്ന് KT ജലീൽ പറഞ്ഞു. ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി ജോയ്സ് ജോർജിന്റെ വിജയത്തിനായി LDF കോതമംഗലം അസംബ്ലി മണ്ഡലത്തിലെ അടിവാട് ടൗണിൽ സംഘടിപ്പിച്ച തെരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബിജെപിക്കെതിരായി കോൺഗ്രസ് സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോ എന്ത് സമീപനമാണ് സ്വീകരിച്ചത്? സെക്കുലറായിട്ടുള്ള സമീപനമാണ്, മതനിരപേക്ഷമായ സമീപനമാണ്. എന്നിട്ട് കോൺഗ്രസ് തോറ്റോ? കർണാടകയിൽ ജയിച്ചില്ലേ? ബിജെപിയെ തോൽപ്പിച്ചില്ലേ? ഹിജാബ് വിവാദത്തിലടക്കം കോൺഗ്രസ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അതുകൊണ്ടാണ് കർണാടകയിൽ അവർ തെരഞ്ഞെടുപ്പിൽ ജയിച്ചത്. തെലങ്കാനയിൽ അവർക്ക് ജയം കിട്ടിയത് ബിജെപിയുടെ പാത പിന്തുടർന്നുകൊണ്ട് മൃദു ഹിന്ദുത്വ സമീപനം അവര് സ്വീകരിച്ചത് കൊണ്ടല്ല, മതനിരപേക്ഷ നിലപാട് അവര് സ്വീകരിച്ചത് കൊണ്ടാണ്. ആ അനുഭവത്തിൽ നിന്ന് കോൺഗ്രസ് എന്തുകൊണ്ടാണ് പാഠം പഠിക്കാത്തത്? കോൺഗ്രസുകാർ വിചാരിക്കുന്നത് RSSനെ തോൽപ്പിക്കാൻ ഒരു രണ്ടാം RSS ആവണം എന്നുള്ളതാണ്. ബിജെപിയെ തോൽപ്പിക്കാൻ ബിജെപിയുടെ ബി ടീം ആകണം എന്നുള്ളതാണ്. റാലി തെക്കേക്കവല ആരംഭിച്ച് അടിവാട് ടൗണിൽ സമാപിച്ചു. രണ്ടാം UPയുടെ അധികാരം നഷ്ടപ്പെടാൻ കാരണം ഇടതുപക്ഷത്തിന്റെ പിന്തുണയില്ലാത്തതാണ്. കോൺഗ്രസ് അന്ന് കോർപ്പറേറ്റ് നയങ്ങൾ സ്വീകരിക്കുകയായിരുന്നു. ലീഗിന്റെ കൊടി പിടിക്കാൻ പാടില്ലെന്ന് പറയുന്ന കോൺഗ്രസിന് ലീഗിന്റെ വോട്ട് എങ്ങനെ സ്വീകാര്യമാകും? കോൺഗ്രസ് നേതാക്കളുടെ മുമ്പിൽ മുട്ടുമടക്കി നിൽക്കുന്ന സമീപനമാണ് ലീഗ് നേതാക്കൾ സ്വീകരിക്കുന്നത്. എന്നാൽ ലീഗിന്റെ അണികൾ ഇത് അംഗീകരിക്കില്ലെന്നും KT ജലീൽ പറഞ്ഞു. മതനിരപേക്ഷ സമീപനം സ്വീകരിച്ചപ്പോൾ മാത്രമാണ് കോൺഗ്രസ് ജയിച്ചിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ കോൺഗ്രസ് സ്വീകരിക്കുന്നത് മൃദു ഹിന്ദുത്വ സമീപനമാണ്. മൃദു ഹിന്ദുത്വ സമീപനം സ്വീകരിച്ചതോടെ കോൺഗ്രസിനെ ഇന്ത്യയിലെ മതേതര സമൂഹം തള്ളിക്കളഞ്ഞതാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ പരാജയങ്ങൾക്ക് കാരണമെന്നും KT ജലീൽ പറഞ്ഞു. കറാച്ചി, പെഷവാർ, ധാക്ക ഇതൊക്കെ തന്നെ ഇന്ത്യയുടെ ഭാഗമായിരുന്നു. അവിഭക്ത ഇന്ത്യയിലെ വളരെ പ്രധാനപ്പെട്ട പട്ടണങ്ങളായിരുന്നു പാകിസ്ഥാനിലെ കറാച്ചിയും ലാഹോറും, ബംഗ്ലാദേശിലെ ധാക്കയും പെഷവാറും. ജീവിതമൊക്കെ പച്ച പിടിപ്പിച്ചു. ആ ഘട്ടത്തിലാണ് രാജ്യം മതാടിസ്ഥാനത്തിൽ വിഭജിക്കപ്പെടുന്നത്. അതോടുകൂടി അവര് എന്ത് ചെയ്യണമെന്ന് അറിയാതെ പകച്ചു നിന്നു. എല്ലാം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് മടങ്ങിപ്പോകണം. അവിടെയാണെങ്കിൽ ഒരു തരി മണ്ണില്ല. കാരണം അന്ന് ജന്മിത്വമായിരുന്നു നിലനിന്നിരുന്നത്. ഭൂമിയുടെ ഉടമസ്ഥാവകാശം ദേവസ്വങ്ങൾക്കായിരുന്നു ഈ തെക്കൻ മേഖലയിൽ. വടക്കൻ മേഖലയിലാകട്ടെ അവിടത്തെ ഭരണകർത്താക്കളായ രാജാക്കന്മാർക്കും ഉയർന്ന ജാതിയിൽപ്പെട്ട ആളുകൾക്കും ബ്രിട്ടീഷ് അനുകൂലികളായ സമ്പന്നരായ ഏതാനും പ്രമാണിമാരായ മുസ്ലിങ്ങൾക്കും മാത്രമായിരുന്നു ആ കാലത്ത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം ഉണ്ടായിരുന്നത്. പച്ചക്കൊടിയുള്ള വയനാട് മണ്ഡലത്തിൽ വന്ന് രാഹുൽ ഗാന്ധി മത്സരിക്കുമ്പോൾ ലീഗിനോട് അവരുടെ കൊടി പിടിക്കരുതെന്ന് പറയുന്നത് എന്ത് സമീപനമാണ്? അങ്ങനെയെങ്കിൽ രാഹുൽ ഗാന്ധിക്ക് പച്ചക്കൊടിയില്ലാത്ത മറ്റു സംസ്ഥാനങ്ങളിൽ മത്സരിച്ചുകൂടായിരുന്നോ എന്നും KT ജലീൽ ചോദിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ഖദീജ മുഹമ്മദ് അധ്യക്ഷയായി. ആന്റണി ജോൺ MLA, A അൻഷാദ്, KB മുഹമ്മദ്, MM അബൂബക്കർ, MM ബക്കർ, മനോജ് ഗോപി, TP തമ്പാൻ, ആന്റണി പുല്ലൻ, ഷാജി പിച്ചകര, OE അബ്ബാസ് എന്നിവർ സംസാരിച്ചു. മതപരമായി വലിയ വിവേചനം ജനങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതിന് രണ്ടാം മോദി സർക്കാർ ഒരുപാട് നിയമനിർമ്മാണങ്ങൾ രാജ്യത്ത് നടത്തുകയുണ്ടായി. അതിൽ വളരെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണമാണ് പൗരത്വ ഭേദഗതി നിയമം അഥവാ CAA, സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്. ഈ ഒരു രാജ്യക്കാരന് അയാൾക്ക് ഇന്ത്യൻ പൗരത്വം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പൗരത്വം നൽകാനുള്ള വ്യവസ്ഥയായിരുന്നു നൽകിയിരുന്നത്. എന്നാൽ പൗരത്വ ഭേദഗതി നിയമത്തിൽ 11 വർഷം എന്നുള്ള കാലാവധി
5 വർഷമാക്കി ചുരുക്കി. 5 വർഷം താമസിച്ചാൽ മതി. പക്ഷെ മറ്റൊരു വ്യവസ്ഥയും കൂടി അതിന്റെ കൂടെ ചേർത്തു. പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് കുടിയേറി പാർത്ത ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യരിൽ എല്ലാവർക്കും പൗരത്വം കൊടുക്കും, എല്ലാവർക്കും രേഖകൾ നൽകും. പക്ഷെ മുസ്ലിങ്ങൾക്ക് മാത്രം ഒരു രേഖയും നൽകില്ല. അവരെ ദേശീയ പൗരത്വ രജിസ്റ്ററിൽ പേര് ചേർക്കില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് പൗരത്വവും ഉണ്ടാവില്ല. ന്യൂസ് ബ്യൂറോ കോതമംഗലം.